Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ബീഫ് ചില്ലി എങ്ങനെ ഉണ്ടാക്കാം നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോ ബീഫാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബീഫിന് ഓൾറെഡി വെള്ളം ഉണ്ടാവും, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കറിൽ ബീഫ് വെച്ചിട്ട് ഒരു 3 വിസിൽ എടുക്കുന്നുണ്ട്. അധികം നമുക്ക് ബീഫ് വേവിക്കണ്ട, ഒരു മീഡിയം ലെവലിൽ വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ ഒരു 6 വെളുത്തുള്ളി, 6 ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളകും കൂടി മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച നമ്മളെ ബീഫില്ലേ അതിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, അതും ഞാനൊരു 1/2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മുട്ടേൻ്റെ വെള്ള മാത്രം മതി കേട്ടോ, മഞ്ഞ യൂസ് ചെയ്യേണ്ട, വെള്ള മാത്രം മതി. ഒരു നാരങ്ങേൻ്റെ പകുതി കഷ്ണവും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി പിഴിഞ്ഞിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, കാരണം ഞങ്ങൾ ആദ്യം ബീഫ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കത്തി വെച്ചായാലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബീഫിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്, അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കി വെച്ച ആ ബീഫും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് ചെയ്ത ബീഫ് നമുക്കൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലവണ്ണം നമ്മുടെ എരിവും പുളിവും എല്ലാം കൂടി എന്താ പറയുക ബീഫിലങ്ങ് പിടിക്കും. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാനിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കാം. നല്ല വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്, അതായത് നമ്മുടെ കോക്കനട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ നമുക്കതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നല്ലവണ്ണം ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത സൈഡും കൂടി നമുക്കൊന്ന് ആവണം. അപ്പോൾ നമ്മുടെ അടിപൊളിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം.
കാശ്മീരി മുളക് യൂസ് ചെയ്യുന്നുണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു കളറും നമുക്ക് ബീഫിന് കിട്ടും. അപ്പോൾ ഇത് നല്ലവണ്ണം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതി പെരിഞ്ജീരകം. അപ്പോൾ നല്ലൊരു പെരിഞ്ജീരകത്തിൻ്റെ സ്മെല്ലും കൂടി വരും. നല്ലവണ്ണം ഓയിൽ യൂസ് ചെയ്യണ്ട കേട്ടോ, കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ചില്ലി ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടും, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയും വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.